മനോഹരമായ വളരെ വ്യത്യസ്തമായ ഡിസൈനിലുള്ള ഒരു പ്രീമിയം വില്ലയാണ് ഇന്ന് മാഞ്ഞാൻ ഹോംസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് പുക്കാട്ടുപടി ബാവാപ്പടി എന്ന ലൊക്കേഷനിലാണ്. ഇൻഫോ പാർക്കിൽ നിന്നും വെറും 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രോജക്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം നമുക്ക് ഇവിടെ ഒരു 5ഓളം വില്ലകൾ വളരെ മനോഹരമായ വളരെ വ്യത്യസ്ത ഡിസൈനിലുള്ള പ്രീമിയം വില്ലകൾ ഇവിടെ അവൈലബിൾ ആണ്. 1700 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വില്ല 5 സെൻറ്റ് പ്ലോട്ടിൽ നിർമ്മിച്ചിരിക്കുന്നു. ഈ 1700 സ്ക്വയർ ഫീറ്റ് പ്ലസ് കാർ പോർച്ച് അടക്കമാണ് ഈ ഒരു ഏരിയയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഒരു വില്ല. 3 ബെഡ്റൂമുകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. വളരെ വളരെ വ്യത്യസ്തമായ ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രീമിയം വില്ലയാണ്. നമുക്ക് ഈ വീടിൻ്റെ ഒരു കോമ്പൗണ്ട് ഏരിയ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം നമുക്ക് ഇവിടെ ഒരു 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നമുക്കിവിടെ കവേർഡ് കാർ പോർച്ച് എല്ലാം നിർമ്മിക്കാൻ കഴിയുന്ന വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റം ഏരിയ ആണ് ഈ വീടിനായി ഇവിടെ നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് ഏരിയ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയയിലേക്ക് വരുമ്പോൾ തന്നെ വളരെ മനോഹരമായ ടെക്സ്റ്റർ വർക്കുകളും കാര്യങ്ങളും എല്ലാം ഒരു വാൾ കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. വ്യത്യസ്തമായ ഡിസൈൻ നമ്മൾ ഇതുവരെ കാണിക്കാത്ത രീതിയിലുള്ള വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈൻ തന്നെയാണ്. ഒരു കർവ് ഷേപ്പിലുള്ള ഒരു ഡിസൈനിലാണ് ഈ ഒരു വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു മേളുടെ പോർഷനെല്ലാം വളരെ ഒരു വുഡ് ഫിനിഷിങ് കാര്യങ്ങളെല്ലാം വരുന്ന രീതിയിൽ വളരെ ഒരു പ്രീമിയം ലുക്കിലാണ് ഈ ഒരു വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ അകത്തെ പോർഷനിലേക്കാണ് ഞാൻ വരുന്നത്. സിറ്റ് ഔട്ട് ഏരിയ സ്പേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യം വലിയ ഒരു സിറ്റ് ഔട്ട് ഏരിയ സ്പേസാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ സ്പേസാണ്. ഇതിൻ്റെ ഒരു വുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് തേക്കിൻ്റെ വുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിൻഡോ ഫ്രെയിംസ് കാര്യങ്ങളെല്ലാം ആഞ്ഞിലി അതുപോലെ തന്നെ പ്ലാവ് എന്ന തടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് അകത്തെ ലിവിങ് ഏരിയ സ്പേസിലേക്ക് കടക്കാം. വളരെ അതിവിശാലമായ ഒരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. അത്യാവശ്യം ഒരു TV യൂണിറ്റ് ഏരിയ സെറ്റും അതുപോലെ തന്നെ മനോഹരമായ ഡിസൈനിലുള്ള അത്യാവശ്യം ഒരു ഫിനിഷ്ഡ് നല്ലൊരു വെൽ ഫിനിഷ്ഡ് ഡിസൈനിലുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസാണ് ഈ വീടിനായി ഇവിടെ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയ സ്പേസും വരുന്നത്. നമുക്ക് ഈ ഒരു വഴിയിൽ നിന്ന് നേരെ കടക്കുന്ന നമ്മൾ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ്. സ്പേഷ്യസ് ആയ അത്യാവശ്യം ഈ വീടിൻ്റെ എല്ലാ ഏരിയയും അത്യാവശ്യം നല്ലൊരു സ്പേസ് നൽകുന്ന ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം വളരെ നല്ലൊരു ഏരിയ നൽകുന്നതാണ് ഈ ഒരു ഡൈനിങ് ഏരിയ സ്പേസും നൽകിയിട്ടുള്ളത്. ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ വാഷ് ഏരിയ യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു വെൽ സ്ട്രക്ചർ നല്ലൊരു സ്പേസ് നൽകിക്കൊണ്ടാണ് ഈ ഒരു എല്ലാ ഏരിയയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചൺ ഏരിയ ഈ ഒരു സ്പേസിലേക്കാണ് വരുന്നത്. ഓപ്പൺ സ്പേസ് കിച്ചണാണ്. മോഡുലാർ ഡിസൈനിലുള്ള സ്റ്റോറേജ് സ്പേസുകളും കാര്യങ്ങളും എല്ലാം നൽകിക്കൊണ്ട് ഒരു ഓപ്പൺ സ്പേസ് കിച്ചണാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂം ഏരിയ സ്പേസ് ആണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായ ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ നമുക്കൊരു വലിയൊരു കട്ടിലെല്ലാം ഇടാൻ കഴിയുന്ന സ്പേസ് നൽകിയിരിക്കുന്നു. വാഡ്രോബ് വരുന്ന ഈ ഒരു സൈഡിലാണ്. നല്ലൊരു വുഡൻ ഫിനിഷൊക്കെയുള്ള ഒരു മനോഹരമായ ഒരു വാഡ്രോബ് ഏരിയ ആണ് ഈ വീടിനായി ഇവിടെ നൽകിയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിലാണ്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാ ആക്സറൈസും എല്ലാം നൽകിക്കൊണ്ട് ഉള്ള ഒരു വലിയൊരു ബാത്റൂം ഏരിയ സ്പേസ് ആണ് ഈ വീടിനായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം വലിയൊരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാഡ്രോബാണ്. ബാക്കി എല്ലാ ബെഡ്റൂമുകളും വാഡ്രോബ് നൽകുമ്പോൾ ഈ ബെഡ്റൂം വാഡ്രോബ് ഇല്ല. പക്ഷേ അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു വാഡ്രോബ് അല്ലാണ്ട് ഡിസൈൻ ചെയ്യാനും പ്ലേസ് ചെയ്യാനും കഴിയുന്ന ഒരു ഏരിയ എല്ലാം ഇവിടെയുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന ഈ ഒരു സൈഡിലാണ്. എല്ലാം നല്ലൊരു വുഡൻ ഫിനിഷുള്ള ഡോറും കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിനായി നൽകിയിട്ടുള്ളത്. അടുത്തത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് റെയിൽ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. വുഡൻ സ്റ്റീൽ കോമ്പിനേഷനുള്ള ഹാൻഡ് റെയിലാണ് ഈ വീടിന് ഇവിടെ നൽകിയിട്ടുള്ളത്. മുകളിലെ ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് പരിചയപ്പെടാനുള്ളത്. നമുക്ക് മുകളിലെ ഫ്ലോറിലേക്ക് പോകാം. സോ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുന്നത് തന്നെ വളരെ ഒരു നല്ലൊരു വാക്ക് വേയിലേക്കാണ്. ഈ ഒരു വഴി ഇവിടുന്ന് നേരെ കറങ്ങി വരുന്നത് വലിയൊരു വിശാലമായ ഒരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ്. ഈ സൈഡിലാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ സ്പേസ് ഫസ്റ്റ് ഫ്ലോറിലെ വരുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസാണ്. നമുക്കിവിടെ ഒരു TV യൂണിറ്റും അതുപോലെ തന്നെ നമ്മുടെ ഒരു സോഫ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ കഴിയുന്ന വലിയൊരു ഏരിയ ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. എല്ലാ കോർണറിലും അത്യാവശ്യം നല്ല സ്പേസ് നൽകിക്കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബെഡ്റൂം ഏരിയ സെക്ഷനിൽ നമ്മൾ പോകുന്നത്. ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. വാഡ്രോബ്
ഇല്ല, പക്ഷേ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം എന്നിവ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ ഇതിൻ്റെ ഓപ്പൺ സ്പേസ്, ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട്. നമുക്കൊരു വാഷിങ്ങിനും കാര്യങ്ങൾക്കും എല്ലാം കഴിയുന്ന ഒരു കവേർഡ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയയാണ്. ഇവിടെ തുണികൾ അലക്കാനും ഉണക്കാനും എല്ലാം ഉള്ള സൗകര്യം നമുക്ക് ഇവിടെ ഒരുക്കാവുന്നതാണ്. അവസാനമായി ഞാൻ ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയ സ്പേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു വിശാലമായ ഒരു ബാൽക്കണിയാണ്. ഈ ഒരു സൈഡിലേക്ക് ചെറിയൊരു താഴേക്കൊരു സ്പേസും കൂടി നൽകിയിട്ടാണ് ഈ ഒരു ബാൽക്കണി ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് ആ ഒരു പുറത്തുനിന്ന് കണ്ട ആ ഒരു കർവ് ഷേപ്പ് ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു മനോഹരമായ, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുക്കാവുന്ന കഴിയുന്ന സ്പേസോട് കൂടിയ ഒരു ബാൽക്കണിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സോ ഇത്രയുമാണ് ഈ ഒരു മനോഹരമായ വില്ലയുടെ വിശേഷങ്ങൾ. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലുള്ള എറണാകുളം പുക്കാട്ടുപടി ബാവാപ്പടി എന്ന ലൊക്കേഷനിലുള്ള ഇൻഫോ പാർക്കിനോടും വളരെ അടുത്ത ലൊക്കേഷനിലുള്ള ഈ ഒരു വില്ല 1700 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 3 BHK ബെഡ്റൂമോട് കൂടി 5 സെൻറ്റ് പ്ലോട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വില്ലയുടെ വില 80 ലക്ഷം രൂപയാണ്. വില്ലയുടെ 20% നിങ്ങൾക്ക് പേയ്മെൻറ്റ് നൽകിക്കൊണ്ട് ഹോം ലോൺ സൗകര്യങ്ങൾ കൂടി ഈ വീട് സ്വന്തമാക്കാം. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഇതുമായി ഉള്ള അന്വേഷണങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതുപോലുള്ള ഇനിയും മനോഹരമായ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. താങ്ക് യു.